ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മുത്തശ്ശൻ നന്ദിനിയോട് ജയിലിൽ പോയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണെങ്കിൽ രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നു. രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് മീനാക്ഷിയുടെ അച്ഛനെ പോയി കണ്ടതെന്നൊക്കെ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൾ ഇവിടെ താമസിക്കുകയല്ലേ, അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, പോയിട്ട് എന്തായെന്നൊക്കെ. മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട്, നന്ദിനിയാണെങ്കിൽ അവളെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുന്നു. മുത്തശ്ശനാണെങ്കിൽ നന്ദിനിയോട് പോയി റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നന്ദിനി അവിടെ നിന്ന് പോകുന്നു. മുത്തശ്ശനാണെങ്കിൽ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം മനസ്സിന് എന്തോ ഒരു സുഖമില്ല എന്നൊക്കെ. ആ സമയത്ത് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത്, നിങ്ങളുടെ ആരുമല്ലല്ലോ, നിങ്ങളുടെ മകനൊന്നുമല്ലല്ലോ അവിടെ കിടക്കുന്നത്, പിന്നെന്താണെന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ അങ്ങനെ കൂടെ പറയുമ്പോൾ മുത്തശ്ശന്റെ മനസ്സാണെങ്കിൽ ഒരുപാട് ഉരുകുന്നുണ്ടായിരുന്നു. രാജലക്ഷ്മി അമ്മ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നന്ദിനി അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, നിന്നോടൊരു ദേഷ്യവുമില്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്, അത് പറയാത്തത് കൊണ്ടാണ് എനിക്ക് സങ്കടമാകുന്നതെന്നൊക്കെ പറയുന്നു. എന്നോട് എപ്പോഴും എനിക്ക് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അമ്മ നന്ദിനിയെ ചേർത്ത് പിടിക്കുന്നു. രാജലക്ഷ്മി അമ്മ നന്ദിനിയെ ചേർത്ത് പിടിക്കുന്നത് മാലതി കാണുന്നുണ്ടായിരുന്നു. മാലതിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മാലതി തനിച്ച് സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ജഗദീഷ് അടുത്തേക്ക് വരുന്നു. ജഗദീഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തു പറ്റിയെന്നൊക്കെ. മാലതി ഇപ്പോൾ പറയുന്നുണ്ട്, ഇവിടുത്തെ അമ്മയും നന്ദിനിയും ആണെങ്കിൽ പിരിക്കാൻ ശ്രമിച്ചിട്ട് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും തമ്മിൽ അത്ര ഒരു ആത്മബന്ധമുണ്ടെന്നൊക്കെ. മാലതി പറയുന്നുണ്ട്, ഇപ്പൊ മീനാക്ഷിയെ കൂടെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, അവൾ ഇനി എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ജഗദീഷ് ഇപ്പോൾ പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ നീ ശരിയാണ്, ആ പെണ്ണൊരു പ്രശ്നക്കാരി തന്നെയാണെന്നൊക്കെ പറയുന്നു. മാലതി അപ്പോൾ പറയുന്നുണ്ട്, ആ പെണ്ണിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു. പിന്നീട് നന്ദിനിയോട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, മൈഥിലിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സീമന്ത പൂജയൊക്കെ ഭംഗിയായി നടത്തണമെന്നൊക്കെ പറയുന്നു. നന്ദിനി അതെല്ലാം ശ്രദ്ധിച്ചോളാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസമാണെങ്കിൽ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നന്ദിനി ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് മാലതിയാണ്. മാലതിയാണെങ്കിൽ സാവിത്രിയെ വിളിക്കുന്നുണ്ട്, അമ്മയുടെ അടുത്തേക്ക് വരാനെന്ന് പറയുന്നു. അമ്മയാണെങ്കിൽ പാരമ്പര്യ ആഭരണങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്, അത് നമുക്ക് വേണ്ടിയായിരിക്കുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ സാവിത്രിക്കും സന്തോഷമാകുന്നു. മാലതിയും സാവിത്രിയും കൂടി രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. രാജലക്ഷ്മി അമ്മ പാരമ്പര്യ സ്വർണങ്ങളെല്ലാം എടുത്തു വെക്കുകയായിരുന്നു. ആ സമയത്ത് സാവിത്രിയും മാലതി അവിടേക്ക് ചെന്നിട്ട് ആ സ്വർണത്തെ പിടിക്കാനൊക്കെ മാലതി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ഇത് അർഹതയുള്ളവർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, ഇത് മൈഥിലിക്ക് തന്നെ ആയിരിക്കുമെന്നൊക്കെ. മാലതിക്കും സാവിത്രിക്കും സ്വർണം അമ്മ കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നന്ദിനി അവിടേക്ക് വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇതെല്ലാം പാരമ്പര്യ സ്വർണമാണ്, ഇത് നിനക്കുള്ളതാണെന്നൊക്കെ. നന്ദിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ്, ഇതൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഏറ്റവും അർഹതയുള്ള കൈകളിലാണ് എത്തേണ്ടത്, അത് നിന്റെ കൈകളിൽ തന്നെയാണ് എത്തേണ്ടത്, അതുകൊണ്ട് ഇത് നീ ഉറപ്പായിട്ടും വാങ്ങണമെന്ന് പറയുന്നു. അങ്ങനെ നന്ദിനി അത് വാങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർത്തിക്കിനെയും മൈഥിലിയുമാണ്. കാർത്തിക് ഒരുപാട് സ്നേഹത്തോടെ മൈഥിലിയെ ഒരുക്കുന്നു. കണ്ണ് കിട്ടാതിരിക്കാൻ കറുത്ത പൊട്ട് വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മൈഥിലി ചോദിക്കുന്നുണ്ട്, കാർത്തിക് എന്നെ എന്തിനാണ് ഒരുക്കുന്നത്, ഞാൻ തനിയെ ഒരുങ്ങിക്കോളാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഭാര്യയെ നന്നായിട്ട് കെയർ ചെയ്യണമെന്നൊക്കെ. അതേസമയം മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കാർത്തിക് എന്നെ എത്ര സ്നേഹിച്ചാലും എനിക്ക് വിഷമം മാത്രമേ ഉള്ളൂ, എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല, എന്റെ മനസ്സ് മൊത്തം വൈശാഖാണ്, എനിക്കാണെങ്കിൽ അവന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാർത്തിക് ആണെങ്കിൽ മൈഥിലിയും കൂട്ടി കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാവിത്രിയുടെ ഭർത്താവ് വിഷമിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. ആ സമയത്താണെങ്കിൽ സാവിത്രി വരുന്നുണ്ട്. പൂജയ്ക്കൊന്നും റെഡി ആയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാവിത്രിയുടെ ഭർത്താവ് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പൂജയ്ക്ക് പങ്കെടുക്കുന്നില്ല, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് പൂജ നടക്കാൻ പോകുന്നു. ആ സമയത്ത് കാർത്തികും മൈഥിലി അവിടേക്ക് വരുന്നു. രണ്ടുപേരെയും കാണുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ രണ്ടുപേരും പുകഴ്ത്തി പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മൈഥിലി ആണെങ്കിൽ ഒരു ഭാഗ്യവതിയായ ഭാര്യയാണ്, കാർത്തിക് ആണെങ്കിൽ ഭാര്യയെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ മൈഥിലി ആണെങ്കിൽ വൈശാഖിനെ നോക്കുന്നുണ്ടായിരുന്നു.
വൈശാഖ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളാണെങ്കിൽ എന്റെ പെണ്ണായിരുന്നു, പക്ഷെ ഇതൊക്കെ കാണേണ്ട അവസ്ഥയാണല്ലോ എനിക്കെന്നൊക്കെ. മൈഥിലിയെ കസേരയിൽ കൊണ്ട് മാലതയും സാവിത്രിയും ഇരുത്തുന്നു. രാജലക്ഷ്മി അമ്മയാണെങ്കിൽ നന്ദിനി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സാവിത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ നന്ദിനി അവിടേക്ക് വരുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ ആഭരണമൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വരുന്നത് കണ്ടിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. മുത്തശ്ശനപ്പോൾ പറയുന്നുണ്ട്, അവൾ എങ്ങനെ ഒരുങ്ങാതിരിക്കും, അവളുടെ വളർത്തുപുത്രന്റെ ഭാര്യയുടെ സീമന്തമല്ലേ, ഉറപ്പായിട്ടും അവൾ ഒരുങ്ങുമെന്നൊക്കെ പറയുന്നു. നന്ദിനിയും പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുള്ളത് കൊണ്ടാണ് ഒരുങ്ങുന്നതെന്നൊക്കെ. ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, സീമന്തത്തിനുള്ള ബാക്കി ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന്. ആ സമയത്ത് അവിടേക്ക് മീനാക്ഷിയും വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്